ശരിക്കും നമ്മൾ ഈ വരുന്ന നമ്മളെ 6-ാം തീയതി 7-ാം തീയതി ദാരിമിസ്തൻ്റെ ആണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇവിടെ നടക്കാനുള്ള കഴിഞ്ഞ കാലയളവിൽ ബഹുമാനപ്പെട്ടവർ നമ്മളെ ദമാമിലാവട്ടെ ഓബാറിലാവട്ടെ ജാമിയ മഹമ്മൂദിയയുടെ പ്രവർത്തനവുമായി വന്നപ്പോൾ ഞാനതൊരു 15 വർഷം മുമ്പ് ജബ്ബാർക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വരികയും സാധാരണ ഉസ്താദുമാർ വരുന്നത് പോലെ അല്ല ഉസ്താദിൻ്റെ വരവുണ്ടായിട്ടുള്ളത്. എനിക്ക് ബോധ്യമാണ്. നമ്മളെ മജ്‌ലിസിൽ വന്നു വളരെ എളിമയോടുകൂടി നമ്മളോടുമായി സഹകരിച്ച്, കാരണം ജാമിയ മഹമ്മൂദിയ എന്നുള്ള ഒരു സ്വപ്നം ഉസ്താദിൻ്റെ വല്ലാത്തൊരു എന്താ പറയുക ഒരു സ്വപ്നമായിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഉസ്താദ് വന്നത്. ജബ്ബാർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാമോ? ഒമാൻ്റെ വർഷിക്കും കോബാറിൽ വെച്ചിട്ട് നമ്മളെ മജ്‌ലിസിൽ മറ്റേ ഷാവുൽ അമീർ ഫ്ലാറ്റിൽ പോയിട്ടാണ് അവിടെ ചെന്ന് പരിചയപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത് പുതിയകാവ് ഷെഫീഖ് ബയുടെ വീട്ടിൽ വെച്ച് കേട്ടു. അതിനുശേഷം സമാജ് വന്നിട്ട് അതിനുശേഷം ഇതിന്റെ പ്രവർത്തനമായിട്ട് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. നമ്മൾ ആഫിയത്തില്ലെങ്കിൽ പോലും ഉള്ള ആഫിയത്ത് വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രം ഇപ്പം ഇന്നും അവിടെ വരാനും അതിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊക്കെ അതൊരു ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 ആണെന്നാണ് ശരിയായ ഓർമ്മ. 10 ആയിരിക്കണം, കാരണം 25-15 വർഷം മുമ്പ് പറഞ്ഞാൽ ശരിയാണല്ലോ. ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊരു മജ്‌ലിസ് എല്ലായിടത്തും പല സ്ഥലത്ത് എവിടെ ചെന്നാലും മലപ്പുറം, കണ്ണൂർ ഈ ഭാഗങ്ങളിലുള്ള മജ്‌ലിസുകളിൽ നമ്മൾ സ്ഥിരം പങ്കെടുക്കും. അതായത് സാദിയ, അതുപോലെ നമ്മളുടെ നജ്മ, ഇവിടെയൊക്കെ നമ്മൾ പോയിട്ട് പങ്കെടുക്കും. അപ്പോൾ ഞാനല്ലെങ്കിൽ പല റിസീവർമാരും അവിടെ വരുന്നുണ്ട്, ഉസ്താദുമാരും ഉംറയ്ക്കെല്ലാം കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഇടയ്ക്കാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ പൊന്മാനക്കുട മഹമ്മൂദിയയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട നസറുദ്ദീൻ ദാരിമി ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോ ഞാൻ അത് വേറെ ആൾ മുഖേന അറിഞ്ഞു. അങ്ങനെ അയാളെ കയറത്തിൽ ഞാൻ ചെന്ന് ഉസ്താദ് ദമാമിൽ വന്നു എന്നറിഞ്ഞപ്പോൾ ഉടനെ തന്നെ പോബറിൽ നിന്നും ദമാമിൽ വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി കണ്ടു, സംസാരിച്ചു. അങ്ങനെയാണ് ഞാനും ബാവക്കയും ഒന്നിച്ചുള്ള റൂമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും സീക്വലുള്ള അങ്ങനെ അവിടെ ഞങ്ങൾ സംസാരിച്ചു. അന്നത്തെ ഒരു ദിവസം ദാരിമി ഉസ്താദ് വേറെ സ്ഥലത്തൊക്കെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടും അന്ന് രാത്രി വന്നിട്ട് അവിടെ തങ്ങുകയും അന്ന് രാത്രി ഇന്ന് സംസാരിച്ചാണ്. അങ്ങനെയാണ് അവിടെ ഒരു ഉത്ഭവം അവിടെ നിന്നാണ്. പക്ഷെ അതിനിടയിൽ വേറെ കാര്യം ഉണ്ടായിരുന്നു. ജബ്ബാർക്ക വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് നേരെ മുസ്കാത്താളിക്ക് കൊണ്ടുപോയി. മുസ്കാത്താളിക്ക് കൊണ്ടുപോകുമ്പോ മന്നാൻ ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല ഇത് ഇന്ന ആളാണ് വരുന്നത്, ഇന്ന് ഉസ്താദാണ് വരുന്നത് എന്നുള്ള കാര്യം പറയാത്തത് കൊണ്ട് ഇപ്പോഴും പ്രസംഗിക്കുമ്പോ മന്നാൻ ഉസ്താദ് ആ കാര്യങ്ങൾ ഇപ്പോഴും പറയലുണ്ട്. കാരണം പറയാതെ വിളിച്ചെന്നതിന് അത് എപ്പോഴാണെന്ന് അറിയാം. അതവിടുന്ന് ഇതിവിടെ രമാമിൽ നമ്മുടെ സീക്കോയില് കമ്മിറ്റി രൂപീകൃതമായി മൂന്നാമത്തെ വരവാണ് അപ്പൊ ദാരിമി ഉസ്താദ്. അപ്പോഴാണ് ആ പറയുന്നത് കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ഫസ്റ്റിൽ വരുന്നത് അങ്ങനെ ബാവക്ക ഞാനുള്ളപ്പോൾ ബാവക്ക പറഞ്ഞ എന്താണ് യാതൊരു ഇതും കുഴപ്പമില്ല, കാരണം അതിന്റെ നടത്തിപ്പ് മെയിൻ ആ ഫ്ലൈറ്റ് നടത്തുന്നത് നമ്മുടെ ബാവക്കയാണ്. അപ്പൊ ഞാൻ അതിലൊരു റൂമുകാരൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും ബാവക്കയുടെ ഓർഡർ ഇല്ലാതെ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരണവും ഇവിടെ ഒരു മജ്‌ലിസ് നടത്താനുള്ള അധികാരമില്ല. ബാവക്ക പറഞ്ഞ് എന്താണ് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇത് നിലനിൽക്കുന്നത് തന്നെ ആ കാലത്ത് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ ബാവക്കോട് ചോദിച്ചു ഇങ്ങനെ അതിനെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ ഞാൻ ബാവക്കാന്ന് വിളിക്കും, പുള്ളി തന്നെ ജബ്ബാർക്കാന്ന് വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കാരണം മൂത്താണ് ബാവക്ക, അത് കാര്യം വേറെ. എന്നാലും അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു മജ്‌ലിസ് ഇവിടുത്തെ ഉപയോഗമാക്കാം. അങ്ങനെയാണ് അന്ന് രാത്രി ഉസ്താദ് അവിടെ തങ്ങുകയും അങ്ങനെ ആ ഉസ്താദ് പോയതിനു ശേഷം ഞങ്ങൾ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയതും ഈ നമ്മളുടെ ഈ പറഞ്ഞ നമ്മള് ഷംസുദ്ദീൻ ഉസ്താദിനെ പ്രസിഡന്റാക്കി അത് തന്നെ. പിന്നെ നമ്മളെ മൂപ്പര മകൻ തന്നെ സെക്രട്ടറി, ഞാൻ എന്താണ് പറയാ രക്ഷാധികാരികളായിട്ട് പ്രസിഡന്റ് മറ്റു സഗീർ പെരിഞ്ഞിരുന്നു.
അതിനുശേഷമാണ് ഇപ്പോഴത്തെ കമ്മിറ്റിയിലാണല്ലോ സഹീർ പെരിഞ്ഞനം ഇതായിട്ടുള്ളത്, പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട്. അന്ന് സെക്രട്ടറി സഹീർ ബാവയായിരുന്നു, അതായത് ബാവക്കട മകൻ. അങ്ങനെയാണ് നമ്മളുടെ ദമാമിലത്തെ കമ്മിറ്റി എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ആഗ്രഹം, അതായത് നമ്മളെ നാട്ടിലത്തെ ഒരു കമ്മിറ്റി ഇവിടെ വരണം എന്നുള്ള നിലയിൽ അത് സഫലമാകുകയും അൽഹംദുലില്ലാ ഹൈറിലൂടെ അങ്ങനെ നീങ്ങുകയും അങ്ങനെയാണ് ഉസ്താദ് പിന്നെ കൊല്ലം റംസാനാകുമ്പോൾ വരും. അതിൻ്റെ 2 വർഷം 3-ാമത്തെ വർഷമാണ് ഞമ്മക്കൊന്ന് ഇവിടെ അടുത്ത മജ്‌ലിസിൽ ഒന്ന് പോകണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് മന്നാനി ഈ മിഷ്കാത്താളി ഞാൻ പോകുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊരു മജ്‌ലിസിൽ സാധാരണ ഉസ്താദും വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ ആ മജ്‌ലിസ് മുടങ്ങി. അപ്പൊ ഞാൻ എനിക്കിവിടെ വെള്ളിയാഴ്ച ഇവിടെ ക്ലാസ്, ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടായിരുന്നു മതി, അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മന്നാനി ഉസ്താദിനെ ക്ഷണിക്കുകയും അപ്പൊ ഏതായാലും ആ അടുപ്പം കൂടി. അപ്പൊ മജ്‌ലിസ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും കൂടി പെട്ടെന്നാണ് ഇങ്ങനെ വന്നത് ഉസ്താദ് ഖബറിൽ നിന്ന്. അങ്ങനെയാണ് ഞാൻ അവിടെ കൊണ്ടുപോകുന്നത്. നമ്മളെ മജ്‌ലിസിന്റെ ടൈം ആയിട്ടില്ല. അപ്പൊ അവിടെ പിന്നെ ആഴ്ചയിലുണ്ട് അവിടെ നമ്മളെ മാസമാണ്. പറഞ്ഞു കഴിഞ്ഞാല് മന്നാൻ ഉസ്താദ് ഇപ്പോഴും സജീവമായിട്ട് എന്തെല്ലാം ജോലി തിരക്കുണ്ടെങ്കിലും സംശയമില്ല, വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഉസ്താദ് അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ പിന്നെ ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ തോന്നിയത്, ഏതായാലും ഉസ്താദ് വന്നിട്ടുണ്ടല്ലോ, നമ്മളെ മജ്‌ലിസ് ഇനിയും സമയം കെടുക്കുകയാണ്. അപ്പൊ ഇവിടെ വെച്ചാൽ എല്ലാ ആഴ്ച അങ്ങനെയാണ് അന്ന് അവിടുത്തെ മജ്‌ലിസ് പങ്കെടുക്കുന്നത്. അപ്പൊ ഉസ്താദ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഉസ്താദ് പോയതിനു ശേഷം എന്നോടൊന്നും ആദ്യം പറയേണ്ടതല്ല. ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചില്ല, ഇത് പെട്ടെന്നുള്ള ഇപ്പൊ തട്ടിക്കൂട്ടിയ ഒരു ഐഡിയ ആണ്. അങ്ങനെയാണ് ഉസ്താദിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നത്. അതിൽ വളരെയധികം വിഷമമായിരുന്നു മന്നാനി ഉസ്താദിന്. ശരിയാണ്, തീർച്ചയായിട്ടും. പിന്നെ നമ്മള് മറ്റേ ഈ പറഞ്ഞത് പിന്നത്തെ വർഷമല്ല, അതിന്റെ പിന്നത്തെ വർഷമാണ് ഈ പറഞ്ഞത് സംഭവിച്ചത്. ഇങ്ങനെ ഇത് ഞാൻ അവിടെ ബന്ധം അതുപോലെ തന്നെ ഏതാണ്ട് ഉസ്താദ് ആ സമയത്ത് തന്നെ ഉണ്ടല്ലോ, 15 വർഷം മുമ്പ് തന്നെ ഉണ്ട് അല്ലേ? നാട്ടിൽ വെച്ചിട്ടുള്ള ബന്ധം എനിക്ക് ഇതായിട്ടുള്ള അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വരുമായിരുന്നു. പിന്നെ വൈഫിനായിട്ടുള്ള ചെറിയ ഇതും അങ്ങനെയുള്ള ഇതിൽ വീട്ടിൽ വരുമ്പോഴാണ് ഈ സ്ഥാപനത്തെ പറ്റിയും മറ്റു പറയുന്നത്. എന്നാൽ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഉസ്താദിനെ കൊണ്ടിട്ടുണ്ട്. ഉസ്താദ് പണ്ട് നെടുമ്പറമ്പ് മല്ലയിൽ കത്തിപ്പോയായിരുന്നു. ആ കാലത്ത് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. അന്ന് ഉസ്താദിനെ കൊണ്ടുപോയി ഉസ്താദിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല സംഭവം. പക്ഷെ ഉസ്താദിനെ എന്നെ കണ്ടപ്പോ ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. ഞാന് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ, അതായത് ഉസ്താദ് മുത്തല്ലിമായിരിക്കുന്ന സമയത്ത് എനിക്ക് ഉസ്താദിനെ ദൂരെ നിന്നിട്ട് ഞാൻ കാണും. കാരണം റഹ്മത്തുള്ള മുസ്ലിയാരായിട്ട് എനിക്ക് പരിചയമുണ്ട്. അവിടെ മരുന്നെല്ലാം വെക്കുമല്ല, റഹ്മത്തുള്ള മുസ്ലിയാർ അവിടെ റൗഷാല. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന പള്ളിയില്ല, അതിന്റെ ജീവിതത്തിൽ തന്നെ അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ട് മരുന്ന് വെക്കുമായിരുന്നു. മർമാനി തൈലെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു ആ പുള്ളി വെക്കുമായിരുന്നു. അപ്പൊ അവിടെ നിന്നും പരിചയമുണ്ട്. അന്ന് ഇത് ചെറുപ്പാണ് ആര് ഈ ഉസ്താദ്. അപ്പൊ അന്നേ പരിചയമുണ്ട്. പക്ഷെ എനിക്ക് നേരിട്ട് കണ്ട് ചെറുതായിട്ടൊക്കെ സംസാരമുള്ളൂ, സലാം ചെല്ലും ദൂരം അത്രേ ഉള്ളൂ. ഇന്നത്തെ പോലെ അന്നത്തെ ദർശൂട്ടി മന്തിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ തലയെ കെട്ടുകെട്ട കാണുമ്പോഴും തൊപ്പിട്ട കാണും. ഞാൻ ബഹുമാനത്തോടുകൂടി എപ്പോഴും സലാം ചെല്ലി വർത്താനം പറയും. അത് ഇന്നും അന്നും അവിടെ നിന്നും ചില ആൾക്കാർ പറയാറുണ്ട്, ഇദ്ദേഹം തീർച്ചയായിട്ടും എവിടെ കണ്ടാലും സലാം ചെല്ലും, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരും ചിലർ പറയാറ്. അപ്പൊ അങ്ങനെ നമ്മളുടെ നാട്ടിൽ നിന്നും എന്റെ മനസ്സിലുള്ള ഇതൊന്നും പോരാ, നമ്മുടെ നാട്ടിലത്തെ ഒരു മജ്‌ലിസ് വേണം നമ്മളുടെ. അങ്ങനെയാണ് നമ്മളുടെ നസുദ്ദീൻ താജ്മൽ ഉസ്താദിനെ അവിടെ വെച്ച്. അപ്പൊ എന്റെ ചെറുപ്പത്തിലെ കണ്ട ഓർമ്മയായ ആൾ പിന്നെ കുറച്ചുകൂടി ഇതായി ശേഷമാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ മഹ്മൂദിയ ഒരു സ്ഥാപനം ഉണ്ടെന്നും ഇങ്ങനെ ഇവിടെ ഒരു സ്കൂളും കോളേജും എല്ലാം ഉണ്ടെന്നും ദർസും ഉണ്ടെന്നും എല്ലാം കൂടി അറിയുന്നത്. അങ്ങനെയാണ് അവിടെ കമ്മിറ്റി രൂപീകൃതമായത്. ഇനി ഉസ്താദ് അല്ല അതന്നെ അതിന്റെ പശ്ചാത്തലം തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഉസ്താദിന്റെ ആ ഒരു പ്രവർത്തന ശൈലിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മളായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഉസ്താദിന്റെ എളിമത്വവും അതുപോലെ തന്നെ ഒരു എവിടെ ആയാലും ഇപ്പൊ നമ്മളെ മജ്‌ലിസിനെ കുറിച്ച് അറിയാം, അവിടെ വലിയ സൗകര്യമൊന്നും ഇല്ല. എന്നിട്ട് പോലും ഉസ്താദ് അവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഈ പറഞ്ഞു വരുന്നത്, നമ്മളെ ഈ ഒരു സ്ഥാപനം ഈ ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കഠിനാധ്വാനമാണ്, ഒരു സംശയമില്ല. അബുദാബിയിലൊക്കെ പോയിട്ട് നമ്മളെ നജീബ് സഖാഫി ഉസ്താദിന്റെ കൂടെ പോയ ചരിത്രം ഉസ്താദ് പറയും. അല്ല ഉസ്താദിന്റെ ആ ഒരു നീക്കുപോക്കുകൾ അത്രയും കണ്ണിങ് ആയിരുന്നു. സ്ഥാപനം എന്നുള്ള വിഷയത്തിൽ ഉസ്താദ് എന്തും ത്യജിക്കാൻ തയ്യാറായ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഉസ്താദ്, ഒരു സംശയമില്ല. ഇത് നമുക്ക് അനുഭവമാണല്ലോ ഇപ്പം അവിടെ പലപ്പോഴും വരുമ്പോഴും.
എന്തായാലും അള്ളാഹു മഹാനവറുകളെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ. സ്ഥാപനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അള്ളാഹു നയിക്കുകയും ഒരു ബുദ്ധിമുട്ടിലും ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ ബാധിക്കുന്ന ഒരു തടസ്സവും ഇല്ലാതെ മഹാന്മാരുടെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കുടുംബത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങളുടെ പരമ്പരയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരുടെ എല്ലാം തിരുനോട്ടം ഈ സ്ഥാപനത്തിന് ഉറപ്പായിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഒരു എളിയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ അള്ളാഹു നമുക്ക് ഇഖ്ലാസോടുകൂടി നമ്മളുടെ ആരോഗ്യം നിലനിൽക്കുന്ന സമയത്തൊക്കെയും ഇതിനു വേണ്ടി ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രവർത്തിക്കാനുള്ള അതിനു വേണ്ടി ശ്രമം ഈ ഒരു സ്ഥാപനത്തിൻ്റെ വിഷയത്തിലും അല്ലാതെയും, പ്രത്യേകിച്ച് ഈ വിഷയം ഈ സ്ഥാപനത്തിൻ്റെ വിഷയമായതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ട് തന്നെ ഇതാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ. അപ്പം അതുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അതിനുള്ള സമയവും സന്ദർഭവും ഒരുക്കി നമ്മളുടെ മുആമലാത്തുകൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ബർക്കത്ത് നൽകി ഉസ്താദിൻ്റെ ദറജയെ അള്ളാഹു വർദ്ധിപ്പിച്ച് അവിടുന്ന് ആ ഒരു ഉഹർവിയായ ബർസഖിയായ ജീവിതത്തിൽ പോലും ഈ ഒരു സ്ഥാപനത്തിലേക്ക് അവിടുന്ന് നോക്കും ഉറപ്പാണ്. അപ്പോൾ ആ നോട്ടത്തിൽ തന്നെ ഇതിനെ തർബിയത്ത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉസ്താദുമാർക്ക് അത് വലിയൊരു പ്രേരണയാണ്. അള്ളാഹു ഉസ്താദിൻ്റെ ദുആ ബർക്കത്തോടെ സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. അവിടുന്ന് പിതാമഹന്മാരും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടക്കം ഉള്ള ആ പരമ്പരയിലേക്ക് ചെന്നെത്തുന്ന ഏതെല്ലാം ആളുകളുണ്ടോ അവർക്കൊക്കെ ഈ സ്ഥാപനത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർക്ക് ദുആ ചെയ്യും. അള്ളാഹു അതൊക്കെ കബൂലാക്കി ഖിയാമത്ത് നാൾ വരെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മകൻ നൂറാനി ഉസ്താദ്, അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഒരുപാട് ഉസ്താദുമാരും പ്രവർത്തകരും ഇവരടക്കമുള്ള പ്രവർത്തകരുണ്ട്, ഇതിൻ്റെ പ്രചാരകർ, അവർക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം ആഖിറത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കുകൊണ്ട് അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളൊക്കെ ഇവിടെ ഈ പ്രവർത്തനം ഏതുപോലെയാണ് ഇഖ്ലാസോടുകൂടി ചെയ്യാൻ കഴിഞ്ഞത്, ആ എളിമ അത് നാളെ ആഖിറത്തിൽ മുത്തുനബിയോടൊപ്പം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ചിരുന്നു അള്ളാഹുവിനെ ദർശിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നതിലേക്കുള്ള ഒരു കാരണമായി അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ മാമിൻ്റെ പ്രവർത്തകരായ ഫാറൂഖ് ഉസ്താദ്, നമ്മളെ സഗീർ, അതുപോലെ തന്നെ ബാവക്ക അദ്ദേഹത്തിൻ്റെ മകൻ സഗീർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട്, പ്രത്യേകിച്ച് നമ്മളെ ഷക്കീർ മന്നാനി ഉസ്താദ് അടക്കമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ റഷീദ് കെ ജബാർക്കൊക്കെ ഇവിടെ ഉണ്ട്, അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇനിയും ഇതിൻ്റെ പ്രവർത്തന ഗോതയിൽ നിഷ്കളങ്കതയോടുകൂടി അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള നല്ല നീയത്തോടുകൂടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ബിഫളി ഹബീബ് മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളാഇലി ഹൗലാഇ ശുറഫാഇൽ മദ്കൂരീന യാ ഖൈറൻ നാസിരീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.